ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. ഇന്ന് നമുക്ക് വൃക്കരോഗങ്ങളെ എങ്ങനെ തടയാമെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവങ്ങളാണ് വൃക്കകൾ. 150 ഗ്രാം ഭാരം വരുന്ന വൃക്കകൾ ശരീരത്തിൽ ഉദരത്തിനകത്ത് നട്ടെല്ലിന്റെ ഇരുഭാഗത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വൃക്കകളുടെ പ്രധാന കർമ്മങ്ങൾ എന്തെന്നാൽ ശരീരത്തിലെ മാലിന്യങ്ങളെ മൂത്രത്തിലൂടെ പുറന്തള്ളുക, രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുക, അമ്ലത്തിന്റെയും മറ്റ് ലവണങ്ങളുടെയും അളവ് നിയന്ത്രിക്കുക, ശരീരത്തിന് ആവശ്യമായ റെഡ് ബ്ലഡ് സെൽസ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഹോർമോണായ എരിത്രോപോയിറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. എന്നാൽ അടുത്ത കാലത്തായി രക്തസമ്മർദ്ദവും പ്രമേഹവുമുള്ള രോഗികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നതോടൊപ്പം വൃക്ക രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. ഈ സാഹചര്യത്തിൽ വൃക്കരോഗങ്ങൾ വരാതെ അല്ലെങ്കിൽ അതിന്റെ പുരോഗതി തടയുക എന്നതാണ് ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ആദ്യപടി. അതിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം. 1. ധാരാളം വെള്ളം കുടിക്കുക. ഒരു ആരോഗ്യവാനായ മനുഷ്യന് ദിവസവും 2.5 ലിറ്റർ മൂത്രം പുറന്തള്ളണമെന്നാണ്. അതിന് ആവശ്യമായ വെള്ളം ദിവസവും നമ്മൾ കുടിക്കണം. 2. നിത്യവും വ്യായാമം ചെയ്യുക. വ്യായാമത്തിലൂടെ വൃക്കകളുടെ ആരോഗ്യവും രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിക്കാനും സാധിക്കും. 3. വേദനാ സംഹാരികളുടെ ഉപയോഗം കുറയ്ക്കുക. ഇനി സ്ഥിരമായി വേദനാ സംഹാരികൾ ആശ്രയിക്കുന്നവരാണെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ സമീപിച്ച് അനുയോജ്യമായ ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി വൃക്കകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുക. 4. പുകവലി, മദ്യപാനം, മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും ഉപേക്ഷിക്കുക. ഇവ വൃക്കകളിലോട്ടുള്ള രക്തയോട്ടം കുറയ്ക്കുന്നു. അതുവഴി വൃക്കകളുടെ പ്രവർത്തനവും കുറയുന്നു. 5. ഭക്ഷണം. നമ്മളുടെ ആഹാരങ്ങളിൽ കൂടുതലും നാരടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. ഇറച്ചി, മുട്ട, മൈദ, ഉപ്പ് ഇവയെല്ലാം ഉപയോഗം കുറയ്ക്കുക. ശരീരഭാരം നിയന്ത്രിക്കുക. വ്യായാമത്തിലൂടെ ശരീരഭാരം നിയന്ത്രിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ വൃക്കകളെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും.